പ്രൈസലോട് പെസഹായും തിരുവത്താഴ് ശുശ്രൂഷയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൈസലോട് ക്രൂശ് മരണത്തിന് തൊട്ട് മുമ്പുള്ള പെസഹ ആചരണത്തിലാണ് യേശു തിരുമേശയുടെ ശുശ്രൂഷ സ്ഥാപിക്കുന്നത്. പെസഹ അനുഷ്ഠിക്കുന്നതിന് മുമ്പ് തന്നെ പാപ പരിഹാരമായി കുഞ്ഞാടായി താൻ അറുക്കപ്പെടും എന്ന് അവരോട് പറഞ്ഞിരുന്നു. പെസഹായ്ക്ക് അറുക്കപ്പെടുന്ന ആട്ടിൻകുട്ടി യേശു ക്രിസ്തുവിന് നിഴലാണ്. യേശുവിൻ്റെ കാലത്ത് ആട് അറുക്കപ്പെടുന്നതിന് പകരം അപ്പം നുറുക്കപ്പെടുന്ന രീതിയിലാണ് വന്നിരുന്നത്. 2. ക്രൂശിൽ ശരീരം നുറുക്കപ്പെടുന്നത് മുൻകൊണ്ടാണ് യേശു അപ്പം വാഴ്ത്തി നുറുക്കിയതെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതെൻ്റെ ശരീരം എന്ന് പറയുന്നു. കുഞ്ഞാടിൻ്റെ മോചനത്തിനായി തളിക്കപ്പെടുന്ന രക്തം മുൻകണ്ടാണ് യേശു പാനപാത്രം നൽകുന്നത്. അത് യേശുവിൻ്റെ രക്തത്തിന് നിഴലാണ്. 1 പത്രോസ് 1:18-19. പെസഹായുടെ പെരുന്നാളായ ക്രിസ്തു അറുക്കപ്പെട്ടതിനാൽ ഇനിയും പഴയ പെസഹായുടെ ആചരണത്തിന് ആവശ്യമില്ല. 1 കൊരിന്ത്യർ 5:7. അപ്പോസ്തോലിക ചരിത്രത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ആരും പിന്നീട് പെസഹ ആചരിച്ചതായിട്ട് ദൈവവചനത്തിൽ കാണുന്നില്ല. പ്രൈസലോട് പകരം തിരുവത്താഴ് ശുശ്രൂഷയാണ് അനുഷ്ഠിക്കുന്നത്. 1 കൊരിന്ത്യർ 11:23-28. യഹൂദ ചരിത്രകാരനായ യൂസിഫോസ് തൻ്റെ രേഖകളിൽ പറയുന്നത് അക്കാലത്ത് തന്നെ പെസഹായ്ക്ക് വേണ്ടി ദേവാലയത്തിൽ ആടുകളെ 2,56,500 അറുത്തിരുന്നു. എന്നാൽ ലക്ഷോപലക്ഷം മിണ്ടാപ്രാണികളെ ഒരു ആചാരത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുന്ന സമ്പ്രദായമായി അത് മാറി. വാസ്തവത്തിൽ ഇത് ദൈവകോപത്തിന് കാരണമാകും. പ്രൈസ് ദി ലോർഡ്.